പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘം ഇന്ന് ഖത്തറിലെത്തും. NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ സുപ്രിയ സൂലെയുടെ നേതൃത്വത്തിൽ 6 സംഘമാണ് ഖത്തറിലെത്തുക. മുൻ വിദേശകാര്യ സഹമന്ത്രിയും മലയാളിയുമായ വി മുരളീധരൻ, പാർലമെന്റ് അംഗങ്ങളായ രാജീവ് പ്രതാപ് റൂഡി, വിക്രംജിത്ത് സിംഗ് സാഹ്നി, മനീഷ് തിവാരി, അനുരാഗ് സിംഗ് ഠാക്കൂർ, ലവറു ശ്രീകൃഷ്ണ ദേവരായലു, മുൻ വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മ, UN-ലെ മുൻ സ്ഥിരം പ്രതിനിധിയും മുൻ വിദേശകാര്യ വക്താവുമായ സയ്യിദ് അക്ബറുദ്ദീൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും സംഘാംഗങ്ങൾ ഖത്തറിലെത്തുകയെന്നാണ് വിവരം. ഇന്നു മുതൽ 26 തിങ്കളാഴ്ച വരെ സംഘം ഖത്തറിലുണ്ടാകും. ഖത്തറിലെ ഭരണരംഗത്തെ പ്രമുഖരുമായും മാധ്യമ അക്കാദമിക് മേഖലകളിലെ അംഗങ്ങളുമായും സംഘം ആശയവിനിമയം നടത്തും. തിങ്കളാഴ്ച ഉച്ചയോടെ ഖത്തറിലെ മാധ്യമ പ്രവർത്തകരുമായും സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ എന്നിവ സംഘം വിശദീകരിക്കും. ഖത്തറിന് പുറമെ ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സംഘം സന്ദർശിക്കും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെയും ഖത്തറിന്റെയും ഭരണ നേതൃത്വങ്ങൾ തമ്മിൽ നിരന്തരം ബന്ധം പുലർത്തുന്നതായി ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മെയ് 6-ന് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽത്താനിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും മെയ് 7-ന് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഏപ്രിൽ 23-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. അൻവർ പാലേരി, 24 ദോഹ.